നമ്മളിത് ഈ കാണുന്ന ഷെവർലെ യുവയുടെ പാർട്സ് നമ്മൾ പൊളിച്ചുകൊണ്ടിരിക്കുകയാണ്. സത്യം പറയാലോ, നമ്മളുണ്ടല്ലോ പുസ്തകത്തിൽ പഠിക്കുന്ന പോലെയൊന്നും അല്ല കേട്ടോ. പുസ്തകത്തിലുള്ള ഫിഗർ വേറെയാണ്, നമ്മൾ നേരിട്ട് കാണുന്ന വണ്ടിയുടെ പാർട്സും വേറെയാണ്. മനസ്സിലായില്ലേ? അപ്പോൾ ഇന്ന് നമ്മളിവിടെ നമ്മുടെ യുവയുടെ കുറച്ച് പാർട്സ് നമ്മളിങ്ങനെ ഇവിടെ അഴിച്ചിട്ടിട്ടുണ്ട്. അപ്പോൾ അത് ഏതൊക്കെ പാർട്സ് ആണെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഓക്കെ, ആദ്യം ഇത് കണ്ടില്ലേ, ഈ പി പോലെ ഇരിക്കുന്ന ഈ സാധനം കണ്ട ഒരു 4 PP ഉണ്ട്. ഈ സാധനത്തിനെയാണ് നമ്മൾ കാറ്റലറ്റിക് കൺവേർട്ടർ എന്ന് പറയുന്നത്. ഇതെന്തിനാണ് യൂസ് ചെയ്യണമെന്നൊക്കെ ഉള്ളത് ഞാൻ നിങ്ങൾക്ക് പിന്നീട് പറഞ്ഞുതരാം. പിന്നെ ഇതാണ് ഇഗ്നിഷൻ കോയിൽ. കണ്ടില്ലേ, നീരാളിയുടെ കൈ പോലെ. ഇതാണ് ഇഗ്നിഷൻ കോയിൽ. ഇത് ഞാൻ നിങ്ങൾക്ക് ഇങ്ങനെ കോഡ് പറഞ്ഞു തന്നെ നിങ്ങൾക്ക് അത് മനസ്സിലാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇതാണ് ഇഗ്നിഷൻ കോയിൽ. ഇനി അടുത്തത് വരുമ്പോൾ ഇതാണ് ആൾട്ടർനേറ്റർ. ഓക്കെ, ഇതിൻ്റെ അകത്ത് കോയിൽ പോലെ ഇത് കണ്ടില്ലേ, മറ്റേ മിക്സർ നമ്മൾ ആദ്യം ഉണ്ടാക്കുമ്പോൾ എങ്ങനെയായിരിക്കും, ഇങ്ങനെയാണ് ഇരിക്കുന്നത്. പിന്നെ നമ്മൾ പൊടിച്ച് കഴിയുമ്പോഴാണ് മിക്സർ ഇങ്ങനെ തരി പോലെ പോകണം, അതുപോലെ ഇരിക്കണണ്ട കോയിൽ. ഇതൊരു അത് തന്നെ. അപ്പോൾ ഇതാണ് ആൾട്ടർനേറ്റർ. ഇനി അടുത്തത് ഇതാണ് EGR. ഞങ്ങൾക്കിപ്പോൾ ചെറുതായിട്ട് പഠിക്കാനുണ്ട്. EGRൻ്റെ ഫുൾ ഫോം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സോസ്റ്റ് ഗ്യാസ് റീസർക്കുലേഷൻ. അതിൻ്റെ പ്രവർത്തനം എന്താണെന്നൊക്കെ ഞാൻ നിങ്ങൾക്ക് പിന്നീട് പറഞ്ഞുതരാം. അപ്പോൾ ഇത് കണ്ടല്ലോ, ഇതാണ് സംഭവം. ഓക്കെ, ഇനി അടുത്തത് ഇതാണ് കോമൺ റെയിൽ. ഇത് ഈ വണ്ടി പെട്രോളാണ്, അപ്പോൾ അതുകൊണ്ടിട്ട് ഇങ്ങനത്തെ കോമൺ റെയിലാണ് വരുന്നത്. ഡീസലിൻ്റെ ആണെന്നുണ്ടെങ്കിൽ കോമൺ റെയിലിന് ഈ അറ്റത്തായിട്ട് നമുക്ക് സെൻസർ വരും. ഓക്കെ, പിന്നെന്തായിരുന്നു, അത്രേ ഉള്ളൂ, ഇത് വേറെ ഇല്ല. അടുത്തത് ഇതാണ് പവർ സ്റ്റിയറിംഗ് പമ്പ്. എന്താണ് പവർ സ്റ്റിയറിംഗ് പമ്പ്? ഇതാണ് പവർ സ്റ്റിയറിംഗ് പമ്പ്. ഇതിനെക്കുറിച്ച് അങ്ങനെ പ്രത്യേകിച്ച് പറയാനായിട്ടൊന്നുമില്ല. ഓക്കെ, പിന്നെ ഇതിൻ്റെ ഷേപ്പ് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. വന്നപ്പോൾ ഞാൻ പറയുന്നുണ്ട്, കണ്ടില്ലേ, മറ്റേ റോക്കറ്റ് പോലെ. ഇതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് സ്റ്റാർട്ടർ. കണ്ട, വണ്ടി നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യണോ, ഈ സാധനം നിങ്ങൾക്ക് വേണം. ഇതില്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യണ്ട, നിങ്ങൾ വണ്ടി തള്ളിക്കൊണ്ട് പോകണ്ടേ. പിന്നെ ലാസ്റ്റ് അല്ല ഇനിയുണ്ട് കുറച്ച് പാർട്സ്. ഇത് നമ്മുടെ എൻജിൻ മൗണ്ട്. ഇത് ഏത് സൈഡിലെന്ന് എനിക്ക് അറിയാൻ പാടില്ല കേട്ടോ. നിങ്ങൾക്ക് മനസ്സിലായി, നിങ്ങൾ പറഞ്ഞു. ഇത് എൻജിൻ മൗണ്ട്. പിന്നെ ഇത് നമ്മുടെ വണ്ടിയുടെ BP ഫോണ്. കണ്ട, ഇതൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്നല്ലേ. ആൻഡ് അടുത്തത് വന്നിട്ട് വീണ്ടും ഒരുപാട് PPകൾ. ഇതാണ് ത്രോട്ടിൽ ബോഡി. കണ്ട, ഇതാണ് ത്രോട്ടിൽ